ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞാൻ ക്ഷേത്രത്തിൽ പോയ ഒരു വീഡിയോ ആണ്. രാവിലെ ഞാൻ അടുക്കളപ്പണിയൊക്കെ തുടങ്ങി. തീ അങ്ങ് പകാന്ന് കത്തുകയാണ് കേട്ടോ. ഇന്നലെ വാങ്ങിച്ച ചാളയും നൊത്തോലിയും എല്ലാം കഴുകി റെഡിയാക്കി വെച്ചു. നൊത്തോലി ഫ്രൈ അടിക്കാമെന്ന് കരുതി ചാള കറിക്ക് വേണ്ടിയും റെഡിയാക്കി വെച്ചു. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ലതികാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ പാല് കൊണ്ടൊഴിച്ച് വെച്ചു. അതെടുക്കാൻ വേണ്ടി പോയതാണ്. എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണു. എല്ലാവർക്കും എൻ്റെ പ്രത്യേക സ്നേഹാന്വേഷണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണണേ. അതേപോലെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം. ഇന്നലത്തെ വീഡിയോ ഒന്നും ആരും വലുതായിട്ട് കണ്ടിട്ടില്ല. എന്തു പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും? ഞാൻ എന്നും വീഡിയോ ഇട്ടില്ലെങ്കിൽ പരാതിയാണ്. എന്നും വീഡിയോ ഇടുമ്പം കാണാനും പറ്റുന്നില്ല. എന്തു പറ്റി? അപ്പം ഞാൻ എന്തായാലും ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ, കണ്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ ചാള മീൻ, കിരിച്ചാളയാണ്. ആ ചാള മീനൊക്കെ അടുപ്പിലൊക്കെ വച്ച് റെഡിയാക്കി കഴിഞ്ഞു. ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ തേങ്ങയൊക്കെ തിരുമ്മി വച്ച് കഴിഞ്ഞു. പിന്നെ കുറച്ച് പുറം പണിയൊക്കെ ഉണ്ട്, അതും കൂടി ചെയ്യാം. പിന്നെ 2 പുളിശ്ശിക്ക പറിക്കാൻ പോയതാണ്. പുളിശ്ശിക്ക ഇരുമ്പം പുളി പറിക്കാൻ പോയതാണ്. മീൻ ഫ്രൈ ആയി, മീൻ കറിയായി കഴിഞ്ഞു. ഇനി ഒരു ഒഴിച്ച് കറിയും ഒരു തോരനും വെക്കണം. അപ്പോഴേക്കും എൻ്റെ ഒരു മാമി എനിക്ക് കുറച്ച് മുളക് തൈ തന്നു കേട്ടോ. മുളക് തൈ എന്ന് പറഞ്ഞാൽ ഉടങ്കൊല്ലി മുളകാണ്. വലിയ കാന്താരി മുളകിൻ്റെ വലിയ മുളകാണ്. ഒരു 2-3 തൈ കൊണ്ട് തന്നു. അപ്പം ഞാൻ അതിനെ ഒന്ന് കൊത്തി നട്ട് കഴിഞ്ഞു. നടന്നതാണ്. അങ്ങനെ കുറച്ച് സമയമൊന്നും ഞാൻ പുറം പണിയുമായി പുറത്ത് തന്നെ ഉണ്ട്. എല്ലാവരും വീഡിയോ കാണണം കേട്ടോ, കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ മുളക് തൈ എന്ത് തൈ നട്ടാലും ഉടനെ വെള്ളം ഒഴിക്കണമെന്ന് പറയും. അതുകൊണ്ട് ഞാനതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഇനി ഒരു തൈ കൂടെ ഉണ്ട് കേട്ടോ. അതിനെയും കൂടെ ഒന്ന് വെട്ടി അവിടെ വയ്ക്കാമെന്ന് കരുതി. അങ്ങ് പുറകുവശത്തോട്ടൊന്നും വയ്ക്കാൻ പറ്റില്ല. അവിടെയൊക്കെ തെങ്ങും പ്ലാവും മാവും ഒക്കെ നിൽക്കണമുണ്ട്. അവിടെയൊന്നും ചെടികൾ വച്ച് നടാനുള്ള സൗകര്യമില്ല. സ്ഥലമുണ്ട്, പക്ഷേ ഇതൊക്കെ നിൽക്കണോണ്ട് അതിൻ്റെ മുട്ടിലൊന്നും വയ്ക്കാൻ പറ്റില്ല. വച്ചിരുന്നാലേ ഓല വന്ന് വീണ് അതെല്ലാം പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നട്ടു വച്ചത്. പിന്നെ ഗോതമ്പ് ഉണക്കി കഴുകാൻ വച്ചതാണ്. കഴുകി ഉണക്കാൻ ഇട്ടതാണേ. പിന്നെ കുറച്ച് വിറകൊക്കെ കീറിയിട്ടതെല്ലാം ഉണങ്ങാതെ കിടക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് പയറിന് എൻ്റെ സ്വന്തം കൃഷിത്തോട്ടത്തിൽ രാവിലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം ചെന്ന് വേണം ഇനി തോരൻ വയ്ക്കണം. മോര് കറി ഉണ്ടാക്കി. മോരാണ് ഒഴിച്ച് കറി വെച്ചത്. ഇതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. താങ്ക് യു.